ഹലോ, നമുക്ക് വാട്ടർ കളർ ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് മുന്നേ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ പിക്ചറാണ് കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെയാണ് മരം വരയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ വാട്ടർ കളർ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കാണുമ്പോൾ വരയ്ക്കാൻ പ്രയാസമാണ്, കളർ ചെയ്യാൻ പ്രയാസമാണ്. ഇതെങ്ങനെയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടുമോ അങ്ങനെയുള്ള പേടിയുള്ള കുറേ ആളുകളുണ്ടാവും. ഞാനും മുന്നേ ഇതേപോലെയുള്ള ഒരാളായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്തതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് മറ്റ് കളറിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു കളറാണ് വാട്ടർ കളർ. അതായത് ഈ വാട്ടർ കളർ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വാട്ടർ ബാലൻസ് എന്ന് പറയും. നമ്മൾ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ബാലൻസ് നമ്മളെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലീഫിന് കൊടുത്തത് 3 കളേഴ്സാണ്: യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ശേഷം നമ്മൾ ആ ഒരു മരത്തിന് കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് ഞാനിതിൽ ബ്രൗൺ കളേഴ്സാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റിനും അനുസരിച്ച് ആ ഒരു ബ്രൗൺ കളറ് ലൈറ്റായിട്ടും ആ ഒരു ഡാർക്ക് വരുന്നത്, അതായത് വെളിച്ചം തട്ടാത്ത ഒരു ഭാഗം നമ്മളിപ്പോൾ ലെഫ്റ്റോ റൈറ്റോ ആയിട്ടാണ് നമ്മൾ ലൈറ്റും വെളിച്ചം തട്ടുന്നതും ഡാർക്കും വെക്കുന്നതെങ്കിൽ ഈസിയാണ് കൊടുക്കാൻ. ഒരു സൈഡിൽ ലൈറ്റായിട്ടും ഒരു സൈഡിൽ ഡാർക്കായിട്ടും കൊടുത്താൽ മതി. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു കളർ, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പിക്ചറാണ് ഞാൻ ഇന്ന് വരച്ചേക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഈ പിക്ചറിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഗ്രൗണ്ട് ഏരിയയിൽ പുല്ലുകളൊക്കെ വരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക. ഞാൻ വരച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.